അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിലും ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിലും കാണാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടും അതേപോലെ ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വരെ യൂസ് ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി അടുത്ത സീരീസ്, അതായത് ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും അല്ലാണ്ട് അടുത്ത സീരീസാണ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ടായിരിക്കും എക്സ് വാല്യൂസ്, അതായത് എക്സ് വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ തരുകയല്ല ചെയ്യുക, അതിന് പകരം ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ അങ്ങനെ ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ക്ലാസ്സസ് മീൻസ് എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ്, എന്താ 0 to 10, 10 to 20 അങ്ങനെ ഓരോ ഇൻ്റർവെൽസ് ആയിട്ട് നമുക്ക് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ, അതായത് ഇൻ്റർവെൽസ് ആയിട്ട് വാല്യൂസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക? അപ്പോൾ അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അരിത്തമെറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് എക്സ്ക്ലൂസീവ് ടൈപ്പ്. In the case of continuous series, we can write the mid value of classes as x. Therefore, x equal to L1 plus L2 by 2, where L1 is the lower limit and L2 is the upper limit of the class. അപ്പോൾ നമുക്ക് അവിടെ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടാവില്ല, ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ക്ലാസ്സസ് തന്നു കഴിഞ്ഞാൽ ഇപ്പം 0 to 10 ആണ് ആദ്യത്തെ ഇൻ്റർവെല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം 0നെ നമ്മൾ ലോവർ ലിമിറ്റ് എന്നും 10നെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ആദ്യത്തെ ലിമിറ്റ് ലോവർ ലിമിറ്റും രണ്ടാമത്തെ ലിമിറ്റ് അപ്പർ ലിമിറ്റും. അപ്പോൾ ഈ ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും മിഡ് വാല്യൂസിനെയാണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുന്നത്, എക്സ് വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മിഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മിഡ് വാല്യൂ കിട്ടും. അങ്ങനെ ഓരോ ക്ലാസ്സസിൻ്റെയും മിഡ് വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ മിഡ് വാല്യൂസാണ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്യുക, എക്സ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ബാക്കി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആയിരിക്കും. എക്സ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അരിത്തമെറ്റിക് മീൻ സാധാരണ കാണുന്നത് പോലെ കണ്ടുപിടിക്കുക. അപ്പം ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടാവും, ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ അതായത് ക്ലാസ്സസ് തന്നിട്ട് അതിൻ്റെ മിഡ് വാല്യൂ എടുക്കുക, അതിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ക്ലാസ്സസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എക്സ് വാല്യൂ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എക്സ് ഇൻറ്റു എഫ് അല്ലെങ്കിൽ എഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോളം നമുക്ക് കിട്ടും. പിന്നെ ഡിവൈഡഡ് ബൈ, അതായത് ആ എഫ് എക്സിൻ്റെ ടോട്ടൽ ചെയ്യുക, അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അവിടെ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് അവിടെ കണ്ടു കഴിഞ്ഞാലും അത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. നിങ്ങൾക്ക് തന്ന ഫ്രീക്വൻസീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക അതാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് മെത്തേഡിൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എന്താ, ക്ലാസ്സസ് തന്നിട്ടുണ്ടാവും. അപ്പം ക്ലാസ്സസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു എ ചൂസ് ചെയ്യണം. ആൻഡ് എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ, അതാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ അതിൻ്റെ ഫോർമുല. അപ്പം അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം, എന്താണ് അതിൽ ഓരോ ടേംസ് എങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാന്നുള്ളത്. ആൻഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ ഫോർമുല എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി. അപ്പം ഡയറക്റ്റ് മെത്തേഡിലെയും അതേപോലെ തന്നെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെയും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെയും ഫോർമുലയാണിത്. നമുക്കത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു പ്രോബ്ലം നോക്കുക. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്കവിടെ ഡാറ്റ എന്താ തന്നിട്ടുള്ള, ഏജും നമ്പർ ഓഫ് പേഴ്സൺ ഡൈയിങ്. അപ്പോൾ ഏജ് 0 to 10, 10 to 20, 20 to 30, 30 to 40, അങ്ങനെ 70 to 80 വരെയാണ് നമുക്ക് ക്ലാസ്സസ് തന്നിട്ടുള്ളത്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ്, അതാണ് നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ്, 15, 30, 53, 75 എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 0 to 10 ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 10-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 to 20, അത് കഴിഞ്ഞിട്ട് ക്ലാസ് 20-ന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓരോന്നിൻ്റെ, അതായത് ആദ്യത്തെ അപ്പർ ലിമിറ്റ് ആയിരിക്കും അടുത്ത വരുന്ന ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സീരീസിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് 0 to 10-ലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ എൻഡിങ് വാല്യൂവിലായിരിക്കണം. അപ്പം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ടേബിൾ വരയ്ക്കാം. അതിൽ ആദ്യത്തേത് ഏജല്ലേ നിങ്ങൾക്ക് ക്ലാസ് എന്നിവിടെ കൊടുത്താൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന ക്ലാസ്സസ് അവിടെ എഴുതുക. 0 to 10 തൊട്ടിട്ട് 70 to 8 വരെ നിങ്ങൾക്ക് തന്ന ക്ലാസ്സസ് എഴുതുക. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഫ്രീക്വൻസീസ് എഴുതുക. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഫ്രീക്വൻസീസ് എഴുതി, ക്ലാസ്സസും എഴുതി. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിഡ് വാല്യൂസ് ആയ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പം 0യും 10, അപ്പം 0 + 10 10 കിട്ടും, ഡിവൈഡഡ് ബൈ 2 10 ഡിവൈഡഡ് ബൈ 2 5. അപ്പോൾ ആദ്യത്തെ മിഡ് വാല്യൂ ആയ എക്സ് നമുക്ക് കിട്ടി. സെക്കൻഡ് എന്താ വരിക? 10 to 20, അതിൻ്റെ മിഡ് വാല്യൂ 10ൻ്റെയും 20ൻ്റെയും മിഡ് വാല്യൂ 15 നമുക്കറിയാം. പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 10 + 20 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ഓരോന്നിൻ്റെയും മിഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് 5, 15, 25, 35, 45, 55, 65, 75 വരെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എഫും കിട്ടി, എക്സും കിട്ടി. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ഫ്രീക്വൻസിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 15 × 5, ആദ്യത്തെ ഫ്രീക്വൻസി 15, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ 5. അപ്പോൾ 15 × 5 75 എന്ന് കിട്ടും. അടുത്ത 30 × 15 450 എന്ന് കിട്ടും. അങ്ങനെ ഓരോ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് എക്സ് എന്നുള്ള കോളം കിട്ടും. ഇനി ആ കോളം സം ചെയ്യാം. നമുക്ക് സിഗ്മ എഫ് എക്സ് ആണ് വേണ്ടത്. അപ്പം എഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു കോളം നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31,875 എന്ന് കിട്ടും. ആൻഡ് ഫ്രീക്വൻസിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 623. ദെർഫോർ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സിൻ്റെ കോളം ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 31,875 ഡിവൈഡഡ് ബൈ 623. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ 51.16 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ കോൾ നമ്മൾ ക്ലാസ്സസ് എഴുതുന്നു, നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി എഴുതുന്നു, പിന്നെ ക്ലാസ്സസിൻ്റെ ഫോർമുല, ക്ലാസ്സസിൻ്റെ പ്രോബ്ലം തന്നാൽ, കണ്ടിന്യൂസ് സീരീസ് തന്നു കഴിഞ്ഞാൽ നമുക്കത് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് വാല്യൂസ് എപ്പോഴും അതിൻ്റെ മിഡ് വാല്യൂ ആയിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കോളം മിഡ് വാല്യൂ നേരത്തെ ചെയ്ത പോലെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എഫും എക്സും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫ്രീക്വൻസി വാല്യൂയും മിഡ് വാല്യൂ ആയ എക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഒരു വാല്യൂ, അസ്യൂംഡ് മീൻ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് എക്സ് വാല്യൂവിൽ നിന്ന് ഒരു എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുക, ഇഷ്ടമുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് എ ആയിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ 35 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ എ എന്ന് പറയുന്ന വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ ആ എ എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുക. ഇനി ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ ആ 35നെ സബ്ട്രാക്റ്റ് ചെയ്യുക, അതാണ് ഡി. അപ്പം 5, ആദ്യത്തെ എക്സ് വാല്യൂ 5 ആണ്. 5ൽ നിന്ന് 35 സബ്ട്രാക്റ്റ് ചെയ്യുക, അപ്പം -30 എന്ന് കിട്ടും. 15 നമ്മൾ 35 സബ്ട്രാക്റ്റ് ചെയ്യും, -20 കിട്ടും. അങ്ങനെ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 35നെ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇനി ഓരോ ഫ്രീക്വൻസിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് ഡി കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഡി എന്ന് പറയുന്നൊരു കോളം എഫ് ഇൻറ്റു ഡി ചെയ്യാം. അപ്പം ആദ്യത്തെ ഫ്രീക്വൻസി 15 ആണ്. 15ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി വാല്യൂ എന്ന് പറയുന്നത് -30. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ -450 എന്ന് കിട്ടും. അടുത്തത് 30, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി വാല്യൂ -20 മൾട്ടിപ്ലൈ ചെയ്താൽ -600 എന്ന് കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുക.
ഓക്കെ. ഇനി മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ നമുക്ക് എഫ് ഡി എന്ന് പറയുന്ന കോളം ടോട്ടൽ വേണം ആൻഡ് ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് വേണം. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുക കോളം. അപ്പം എഫ് ഡീൻ്റെ കോളം അതായത് സിഗ്മ എഫ് ഡി എത്ര കിട്ടും? 10,070 കിട്ടും. അതേപോലെ ക്യാപിറ്റൽ എൻ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 623 എന്ന് കിട്ടും. അപ്പം നമുക്ക് മീനിൻ്റെ ഫോർമുല എഴുതുക എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞാൽ 35 പ്ലസ് സിഗ്മ എഫ് ഡി എന്താ കിട്ടിച്ചാൽ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 10,070 ആൻഡ് എൻ ഈക്വൽ ടു 623. അപ്പോൾ അത് ചെയ്താൽ 51.16 തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഇനി അടുത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്ത സെയിം, അതായത് ക്ലാസ്സസ്, ആദ്യത്തെ കോളം ക്ലാസ് എഴുതുക, രണ്ടാമത്തെ കോളം നമ്മൾ ഫ്രീക്വൻസി എഴുതുക, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന ഒരു വാല്യൂ എന്തായാലും നമുക്ക് അസ്യൂം ചെയ്യണം. ഇത് ഷോർട്ട് കട്ട് മെത്തേഡിലാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നമുക്ക് അസ്യൂം ചെയ്യണം. അപ്പം നമ്മളങ്ങനെ ഒരു വാല്യൂ അസ്യൂം ചെയ്യുക. ഇവിടെയും നമ്മൾ 35 തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ ആ ഒരു 35നെ സബ്ട്രാക്റ്റ് ചെയ്യുക, നമ്മൾ സാധാരണ ഡി കണ്ടുപിടിക്കുന്ന പോലെ. അതെപ്പോഴാണ് ഡി ഡാഷ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ സബ്ട്രാക്റ്റ് ചെയ്തതിന് നമ്മൾ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ക്ലാസ് ഇൻ്റർവെലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഓരോ ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 അല്ലേ? ഇപ്പോൾ 0 to 10 എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 ആണ്. 10ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 ആണ്. 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം 10. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഡി ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി, വേറെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചാൽ മിഡ് വാല്യൂസ് ആണ് എക്സ്, മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ളൊരു വാല്യൂ ചൂസ് ചെയ്യുന്നതാണ് എ. അപ്പം ഓരോ എക്സ് വാല്യൂവും അതിൽ നിന്ന് നമ്മൾ ആരെ സബ്ട്രാക്റ്റ് ചെയ്യുക? ആ എനെ, അതായത് ഇവിടെ 35നെ സബ്ട്രാക്റ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 10. അതായത് ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 10 ആണ്. അപ്പോൾ 10നെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓരോ വാല്യൂവിൻ്റെയും ഡി ഡാഷ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത എന്താ വരിക? 15 ആണെങ്കിൽ 15 മൈനസ് 35 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും, -2. അങ്ങനെ എല്ലാ ഡി ഡാഷും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ ഓരോ ഫ്രീക്വൻസിയും ആ ഡി ഡാഷും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ഇൻറ്റു ഡി ഡാഷ് എന്ന് പറയുന്ന കോളം ചെയ്യുക. ആദ്യം 15 ആണ് എഫ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഡാഷ് -3. therefore 15 ഇൻറ്റു -3 നമുക്ക് -45 എന്ന് കിട്ടും. അങ്ങനെ ഓരോ എഫ് വാല്യൂവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഡാഷും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു കോളം കണ്ടുപിടിക്കുക. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോർമുല, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 35 നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ, പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഫ് ഡി ഡാഷിൻ്റെ കോളം നമ്മൾ ടോട്ടൽ ചെയ്തത് അത് 1007 എന്ന് വരും, ഡിവൈഡഡ് ബൈ എൻ എന്താ ടോട്ടൽ ഫ്രീക്വൻസി 623 ഇൻറ്റു സി എന്താണ് ഇവിടെ? അതായത് ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്, അതായത് സി ഈക്വൽ ടു 10. അപ്പോൾ സി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 51.16 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സീരീസ്, അല്ലെങ്കിൽ അഥവാ ക്ലാസ്സസ് തന്നിട്ടുള്ള ഫോമിൽ വരുന്ന സീരീസ് തന്നു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡും പിന്നെ ഡയറക്റ്റ് മെത്തേഡും അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും.